ആരോഗ്യ സംരക്ഷണത്തിനും രോഗപ്രതിരോധത്തിനും എക്സസൈസ്, അതായത് കായിക വ്യായാമത്തിനുള്ള പ്രാധാന്യം ഇന്ന് വളരെ സുവിദിതമാണ്. എക്സസൈസ് ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരിൽ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ആർത്രൈറ്റിസ്, കോളൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഡിപ്രഷൻ തുടങ്ങിയ പല രോഗങ്ങളും താരതമ്യേന കുറവാണെന്നാണ് അനേക പഠനങ്ങൾ കാണിക്കുന്നത്. എന്നാൽ രോഗികളോട് എക്സസൈസ് ചെയ്യണമെന്ന് പറയുകയല്ലാതെ അത് എപ്രകാരം ചെയ്യണമെന്ന് ഡോക്ടർമാർ പലപ്പോഴും വിശദമായി ഉപദേശിക്കാറില്ല. ഉപദേശിച്ചാൽ തന്നെ പല രോഗികളും അതിലത്ര ശ്രദ്ധ ചെലുത്താറുമില്ല. അതുകൊണ്ട് എക്സസൈസിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ പോലെ രോഗിക്ക് നൽകണമെന്നാണ് അമേരിക്കയിലെ CDC, സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളും അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിനും ഡോക്ടർമാരോട് ഇന്ന് നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ ബ്രോങ്കൈറ്റിസുമായി ഡോക്ടറുടെ സമീപത്തെത്തിയാൽ ഏതെങ്കിലും ഒരു മരുന്ന് കഴിച്ചോളാനല്ലല്ലോ ഡോക്ടർ ഉപദേശിക്കുന്നത്. പെൻസിലിൻ 250 മില്ലിഗ്രാം 3 നേരം 10 ദിവസം കഴിക്കണം. അതുപോലെ എക്സസൈസും ഏത് എക്സസൈസ് ഏത് സ്ട്രെങ്തിൽ, അതായത് ഏത് കാഠിന്യത്തിൽ എത്ര ദിവസങ്ങളിൽ ചെയ്യണമെന്ന് ഡോക്ടർമാർ ഉപദേശിച്ചിരിക്കണമെന്നാണ് CDCയുടെ നിർദ്ദേശം. ഏതുതരം എക്സസൈസ് ആണെന്ന് ആദ്യം നിശ്ചയിക്കണം. അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ എക്സസൈസുകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് എയ്റോബിക് എക്സസൈസ് അഥവാ കാർഡിയോ പൾമണറി എക്സസൈസ്. വേഗത്തിൽ നടക്കുന്നത്, ഓടുന്നത്, സൈക്കിൾ ചവിട്ടുന്നത്, നീന്തുന്നത്, ട്രെഡ്മില്ലിൽ കയറുന്നത് എല്ലാം ഈ ഗണത്തിൽപ്പെടും. നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇത് ഉപകരിക്കുന്നത്. രണ്ടാമത്തേത് സ്ട്രെങ്തനിങ് എക്സസൈസാണ്. ശരീരത്തിലെ മാംസപേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുവാനാണ് ഇത് ഉതകേണ്ടത്. ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം അധിക നാൾ ഉപയോഗിക്കാതിരുന്നാൽ ആ ഭാഗത്തിൻ്റെ പ്രവർത്തന ശക്തി കുറയും എന്നത് നിയതിയുടെ അലംഘനീയമായ ഒരു നിയമമാണ്. ഒരു മാംസപേശി കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ അതിനുള്ളിലെ മസിൽ ഫൈബേഴ്സിൻ്റെ എണ്ണം കുറയുന്നു. സാർക്കോപീനിയ എന്നാണ് ഇതിന് മെഡിസിനിൽ പറയുന്നത്. പ്രായമാകുന്നവരിൽ ശരീരത്തിൻ്റെ ശക്തി കുറയുന്നത് പലപ്പോഴും സ്ട്രെങ്തനിങ് എക്സസൈസിൻ്റെ, അതായത് റെസിസ്റ്റൻ്റ് എക്സസൈസിൻ്റെ കുറവ് മൂലമാണ്. കാലും കൈയും ഉപയോഗിച്ച് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുക, നിത്യോപയോഗ സാധനങ്ങൾ ചുമക്കുക, കാറ് കഴുകുക, നിലം തുടയ്ക്കുക, ഹെൽത്ത് ക്ലബിൽ പോയി റെസിസ്റ്റൻസ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുക, ഇവയെല്ലാം മസിൽ സ്ട്രെങ്ത് കൂട്ടുവാൻ സഹായിക്കുന്നവയാണ്. ആഴ്ചയിൽ 2 തവണയെങ്കിലും സ്ട്രെങ്തനിങ് എക്സസൈസ് കായിക വ്യായാമത്തിൻ്റെ ഭാഗമായിരിക്കണം. ഫ്ലെക്സിബിലിറ്റി എക്സസൈസാണ് മൂന്നാമത്തേത്. നമ്മുടെ ശരീരത്തിലെ ജോയിൻസ്, അതായത് സന്ധികൾ സ്ട്രെച്ച് ചെയ്യുകയും ജോയിൻറ്റുകളിൽ പൂർണ്ണ റേഞ്ച് മൂവ്മെൻറ്റ് നൽകുകയുമാണ് ഇതിൻ്റെ ലക്ഷ്യം. സായിപ്പിൻ്റെ പുസ്തകത്തിൽ അനേകവിധം ഫ്ലെക്സിബിലിറ്റി എക്സസൈസുകളെ പറ്റി പറയുന്നുണ്ടെങ്കിലും നമ്മുടെ യോഗയാണ് ഏറ്റവും നല്ല ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. ഇതും കഴിയുമെങ്കിൽ ആഴ്ചയിൽ 2 തവണ കായിക വ്യായാമത്തിൻ്റെ ഭാഗമായിരിക്കണം. പ്രായമായവരിൽ കോർഡിനേഷൻ വർദ്ധിപ്പിക്കുന്നതിനും വീഴാതിരിക്കുന്നതിനും ഈ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് വളരെ സഹായിക്കും. പെൻസിലിൻ 250 മില്ലിഗ്രാം എന്ന് കുറിച്ച് കൊടുത്തതുപോലെ എക്സസൈസും ഏത് സ്ട്രെങ്തിൽ ഏത് ഡോസിൽ ആണ് എടുക്കേണ്ടതെന്ന് രോഗി ഉപദേശിക്കണം. കായിക വ്യായാമത്തിൻ്റെ കാഠിന്യമനുസരിച്ച് മൈൽഡ്, മോഡറേറ്റ് ആൻഡ് വിഗറസ് എക്സസൈസ് എന്നിങ്ങനെ എക്സസൈസുകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. മോഡറേറ്റ് ഓർ വിഗറസ് ഇൻറ്റൻസിറ്റിയുള്ള എക്സസൈസുകളാണ് ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ സഹായിക്കുന്നത്. എക്സസൈസ് ചെയ്യുന്നതിനിടയിൽ നമ്മുടെ പൾസ് അളന്നാണ് മൈൽഡ്, മോഡറേറ്റ്, വിഗറസ് ഇതിലേത് രൂപത്തിൽ നമ്മുടെ എക്സസൈസ് പെടും എന്ന് നിശ്ചയിക്കുന്നത്. ഏത് ലെവലിലുള്ള എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതറിയാൻ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ ഉപദേശിക്കുന്ന പ്രയാസം കുറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. 220 നിന്ന് നിങ്ങളുടെ വയസ്സ് കുറയ്ക്കുക. അതാണ് വ്യായാമവേളയിലെ
നിങ്ങളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. ഉദാഹരണത്തിന് ഒരു 20 വയസ്സുകാരൻ 220 നിന്ന് 20 കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന 200 അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ്. ഈ 20ൻ്റെ 50%, അതായത് 20 വയസ്സുകാരന് 100, മിനിറ്റിൽ പൾസ് റേറ്റ് 100ൽ കുറവാണെങ്കിൽ ആ 20 വയസ്സുകാരന് അത് മൈൽഡ് എക്സസൈസാണ്. 50%-നും 70%-നും ഇടയിലാണ് പൾസ് റേറ്റ് എങ്കിൽ അത് മോഡറേറ്റ് എക്സസൈസാണ്. 20 വയസ്സുകാരൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റ് 200ൻ്റെ 50-നും 70-നും ഇടയിലെന്ന് പറഞ്ഞാൽ 100-നും 140-നും ഇടയിൽ പൾസ് റേറ്റ് ആയിരിക്കണം. 70%-നും 85%-നും ഇടയിലാണ് നിങ്ങളുടെ പൾസ് റേറ്റെങ്കിൽ അത് വിഗറസ് എക്സസൈസ് ആയിരിക്കും. നമ്മളുടെ 20 വയസ്സുകാരന് അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് 200 ആയതിനാൽ അതിൻ്റെ 70-നും 85-നും ഇടയ്ക്കുള്ള ശതമാനം എന്ന് പറഞ്ഞാൽ 140-നും 170-നും പൾസ് റേറ്റിലായിരിക്കുമ്പോഴാണ്. എന്നാൽ ഒരു 60 വയസ്സുകാരനാണെങ്കിൽ അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് 220-ൽ നിന്ന് 60 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 160. അതുകൊണ്ട് അയാളുടെ മൈൽഡ് എക്സസൈസ് എന്ന് പറയുന്നത് 80 പൾസ് റേറ്റ് താഴെയായിരിക്കുമ്പോഴാണ്. അയാളുടെ മോഡറേറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് അയാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് ആയ 160-ൻ്റെ 50%-നും 70%-നും ഇടയിലാണെന്ന് പറഞ്ഞാൽ 80-നും 112-നും ഇടയിൽ പൾസ് റേറ്റ് ആയിരിക്കുമ്പോഴാണ്. വിഗറസ് റേറ്റ് ഹാർട്ട് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ 60 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം 112-നും 136-നും ഇടയിലായിരിക്കും. എക്സസൈസിനിടയ്ക്ക് പൾസ് അളക്കുവാൻ സാധിക്കുന്ന ഉപകരണങ്ങൾ ഇന്ന് പലതും ലഭിക്കും. എന്നാൽ പുതിയ എക്സസൈസ് മെഷീനുകളിലും ട്രെഡ്മില്ലുകളിലും നമ്മുടെ കൈ സ്പർശിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ പൾസ് റേറ്റ് എത്രയെന്നത് കാണിക്കും. നടക്കുന്നതാണ് നിങ്ങളുടെ മുഖ്യ വ്യായാമം. അതിനിടയിൽ പൾസ് റേറ്റ് അളക്കുവാൻ ഇഷ്ടമില്ലെങ്കിൽ മറ്റൊരു എളുപ്പമാർഗമുണ്ട്. നിങ്ങൾ കൂട്ടുകാരുമൊത്ത് നടക്കുമ്പോൾ അനായാസമായി നിങ്ങൾക്ക് പാട്ടുപാടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മൈൽഡ് എക്സസൈസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ടെന്നീസ് സിംഗിൾസ് കളിക്കുന്നതിനിടയിലും യേശുദാസന് ഭംഗിയായി പാടുവാൻ സാധിക്കും എന്നെനിക്കറിയാം. എന്നാൽ അദ്ദേഹം സാധാരണ മനുഷ്യനല്ലല്ലോ. അതുകൊണ്ടല്ലേ നാം അദ്ദേഹത്തെ ഗാന്ധർവനെന്ന് വിളിക്കുന്നത്. നടക്കുന്നതിനിടയിൽ പാടുവാൻ സാധ്യമല്ല, എന്നാൽ അനായാസമായി വർത്തമാനം പറയുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മോഡറേറ്റ് എക്സസൈസിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഹൃദയ ഇടിപ്പും ശ്വാസോച്ഛ്വാസവും വർദ്ധിച്ച് കിതപ്പ് കാരണം വർത്തമാനം പറയുവാനും നിങ്ങൾക്ക് വിഷമം നേടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഗറസ് എക്സസൈസിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാ ദിവസവും അരമണിക്കൂർ വീതം ആഴ്ചയിൽ 5 ദിവസവും മോഡറേറ്റ് എക്സസൈസ് ചെയ്തിരിക്കണമെന്നാണ് CDC സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ ഉപദേശം. വിഗറസ് എക്സസൈസാണ് ചെയ്യുന്നതെങ്കിൽ 20 മിനിറ്റ് വീതം ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതിയാകും. അടുത്ത തവണ നിങ്ങളുടെ ഡോക്ടർ വ്യായാമം ചെയ്യണമെന്ന് ഉപദേശിക്കുമ്പോൾ അതൊരു പ്രിസ്ക്രിപ്ഷൻ രൂപത്തിൽ വിശദമായി എഴുതി തരുവാൻ ആവശ്യപ്പെടുക. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം വീണ്ടും കാണാം.